അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയ സെറ്റപ്പിലാണ്. നമ്മളൊരു ഓഫീസ് സ്പേസ് തന്നെ അങ്ങ് എടുത്തിരിക്കുന്നു അല്ലേ, ടെമ്പററി സെറ്റ്. അതെ അതെ, നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ആക്ച്വലി മിസ്സായിപ്പോയ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. അതായത് നമ്മുടെ ധനുഷിൻ്റെ ഏറ്റവും പുതിയ പടത്തിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടാണ്, ഓം ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്തില്ല, അത് നമ്മൾ മറന്നുപോയി. സോ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മൾ. നമുക്കപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്ക് കാണാം. സൗണ്ടുണ്ട് గన్మెన్ ఎంతమంది? 5 మంది సార్. അല്ലല്ല, ശബരീഷാണെന്ന് ഉദ്ദേശിച്ചത്. അല്ലല്ല, ഒന്നുമില്ല. എന്ത് ചന്ദനപുരമാണോ? ആ, പുഷ്പമാണോ? ഇസൈ മഴ പുള്ളിയുടെ ഫ്രണ്ടിൽ ചാപ്റ്റർ 1 ഉദ്ധിതം 16:10. അപ്പം നമ്മളെന്താ പറയാ, ടൈറ്റിൽ ടീച്ചർ ആണെങ്കിലും ഒരു ഗുമ്മില്ല അല്ലേ? കുഴപ്പമില്ല. എനിക്ക് ഇതിന്റെ വരുന്നതിന് മുമ്പ് വരെ എന്തോ സംഭവിക്കാൻ പോകുന്നു തോന്നി. വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മറ്റേ തെലുങ്ക് പടത്തിൻ്റെ ഒരു വൈബ് പോലെ പുള്ളി എയറിലൊക്കെ ചാടി ഗണ്ണൊക്കെ എടുത്ത്, അത് എനിക്ക് മനസ്സിലായില്ല എന്താണ് അത്. അമരൻ്റെ ഡയറക്ടർ. മ്യൂസിക് കൊള്ളാം. സായി അഭയങ്കർ, അതെ, ഇസൈ അഭയങ്കർ, അങ്ങനെയാണ്. സായി അല്ല, ഐ അല്ലേ ആടിയിട്ടുണ്ട്. പുള്ളിയുടെ കറുപ്പ് കഴിഞ്ഞ് പുള്ളിയുടെ ലെവൽ മാറി. അതെ അതെ. അതുകൊണ്ട് പാട്ട് മ്യൂസിക് വൈസ് ഇത് സംഭവം രസമായിരിക്കും തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ എന്തോ ഒരു സുഖക്കുറവ് പടത്തിലുള്ള സീൻ ഇല്ലായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. ഈ പോർഷൻ മറ്റേ മഴ പെയ്ത അത്രയും പോർഷൻ പടത്തിലില്ലായിരിക്കും. പക്ഷേ 16/10 റിലീസാണ് പടം. അപ്പോൾ എന്തെങ്കിലും പടത്തിൻ്റെ സീനോ എന്തെങ്കിലും സംശയമുണ്ട്, എനിക്ക് അറിയില്ല. പടം തുടങ്ങുന്ന ആ സീൻ വെച്ചിട്ടായിരിക്കും. അതിപ്പോൾ റിലീസ് ഇപ്പം എനിക്ക് തോന്നുന്നില്ലേ, റിലീസിന് ഇപ്പോൾ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നില്ലല്ലോ, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൂടെ അല്ലേ. അറിയില്ല, എന്താ നോക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു മറ്റേ ഇമ്പാക്റ്റ്ഫുൾ അല്ല, ഇങ്ങനെ പറവായില്ലേ, ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നു. ഒരു സുഖമില്ല. നമ്മൾ മറ്റേ മ്യൂസിക്കിലുള്ള ഗുമ്മേ ഉള്ളൂ. ഏതാ മ്യൂസിക് കേൾക്കാൻ രസമുണ്ട്. അപ്പോൾ ആ ഗുമ്മ് വിഷ്വലില്ലാത്ത പോലെ എനിക്ക്. മറ്റേ ആ വൈറ്റ് ഷോട്ടിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴേ പുള്ളിയുടെ മുഖത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒലിച്ചു വരുന്നു, വിയർത്തൊലിക്കുന്ന പോലെ. അല്ലാതെ മറ്റേ ഫ്രണ്ടിൽ മഴയുടെ ഇതൊന്നും ഇല്ല. അപ്പോൾ അതൊരു വല്ല പിന്നെ ഓടി വരുന്ന ഷോട്ടൊക്കെ എന്തോ ഒരു ഓടി വന്നിട്ട് ജമ്പ് ചെയ്യുമോ, ഇങ്ങനെ ചാടി ഏറി എന്നിട്ട് പട്ടാളക്കാരൻ്റെ കട്ടിന്റെ ആയിരിക്കും, എന്തോ എഡിറ്റിന് എന്തോ ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് വലിയ സീക്വൻസിന്ന് ഈ ഇതിനു വേണ്ടിട്ട് കട്ട് ചെയ്ത് ഷോട്ട് ചെയ്തപ്പോൾ ഉള്ള കട്ടിന്റെ അതെ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും. ചിലപ്പോൾ ഒറിജിനൽ പടത്തിലുള്ള സീനാണെങ്കിൽ ചിലപ്പോൾ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും. എൻഡിങ് ആയിരിക്കും തോക്ക് പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈറ്റ് നടക്കണല്ലോ. പട്ടാളക്കാരൊക്കെ എടുത്ത് അതെ, മറ്റേ പടത്തിൽ പട്ടാളക്കാരനായിരുന്നല്ലോ മെയിൻ. ഇവിടെ പട്ടാളക്കാരെ വലിയ രക്കമാണ്. ഒറിജിനൽ പടവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പം ഇത് പടത്തിൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ പടത്തിലുള്ള വിഷയം വരട്ടെ അല്ലേ, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു.
അതോ ഇനി ഇത് തന്നെയാണോ പടത്തിൽ കാണാൻ പോകുന്നത് എന്നൊക്കെ അറിയത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ അവസ്ഥ എന്നൊരു പിടുത്തമില്ല. വലിയ ബഹളമൊന്നുമില്ലല്ലോ, ഇവ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയി, നമ്മൾ കണ്ടില്ല. വലിയ ബഹളങ്ങളൊന്നും ഞാൻ കേട്ടില്ല ഇതിനെപ്പറ്റി. ഇല്ല. ഇത് റിയാക്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു ഇത്, പക്ഷേ ഇത് മറന്നുപോയി, നമ്മൾ സ്കിപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഇവിടെ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ചർച്ച ബഹളമൊന്നും ഇവിടെ സോഷ്യൽ മീഡിയ എവിടെയും കണ്ടില്ല. അത് ഈ ധനുഷിൻ്റെ കഴിഞ്ഞ 2 പടം കുറച്ച്, പക്ഷേ മ്യൂസിക് ഞാൻ കേട്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 പടത്തിലുള്ള പോലെ ആളുകളെ രക്ഷിക്കുകയാണ്. അതെ, അതായത് ജനനായകനിലേക്ക് എനിക്ക് തോന്നുന്നു അടുത്ത നമ്മൾ കഴിഞ്ഞ 2 പടത്തിലും പറഞ്ഞ പോലെ തന്നെ പുള്ളി കൺഫേം രാഷ്ട്രീയമാണ്. അതെ, പൊളിറ്റിക്സിലേക്ക് താല്പര്യം ഉണ്ടാവും. അതെ, പട്ടാളം വന്നാലും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കത്തുള്ളൂ എന്നുള്ള സെറ്റപ്പ്. ഭക്ഷണം, പാർപ്പിടം, അങ്ങനെ കര ഇതിനകത്ത് കരയില്ല, ഇഡലിക്കടക്കകത്ത് ജനങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, കരയിലെ ജനങ്ങളെ മറ്റേ സാമ്പത്തികമായ ഇവിടെ അവർക്ക് എഴുതുന്ന എക്സ്റ്റേണൽ ത്രെറ്റിൽ നിന്ന്. അതെ അതെ, എങ്ങനെയും ഞങ്ങൾ ജനങ്ങളെ. അതെ, പുള്ളി എനിക്ക് തോന്നുന്നു അടുത്ത ഇലക്ഷനിൽ നിന്ന് വിജയണ്ണനെതിരായിട്ട് നിൽക്കാൻ തോന്നുന്നു. അത് ഇതിന്റെ ഈ പോക്ക് കണ്ടിട്ട്, കാരണം ഇപ്പോൾ ഓപ്പൺ ആയല്ലോ, ഈ DMK ഒക്കെ മാറിയിട്ട് പുതിയ പുതിയ പാർട്ടികൾക്കുള്ള വേദി ഒരുക്കുവാണ്. അതെ അതെ, എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് അവിടെ എന്നുള്ളത് സംഭവം. പിന്നെ ഈ പടത്തിൽ മമ്മൂക്കയുണ്ട്. രാഷ്ട്രീയക്കാരന് അറിയില്ല എന്താണെന്ന്, എന്ത് റോളാണെന്ന്, എന്തോ അങ്ങനത്തെ പരിപാടി കാണിച്ചിട്ടുള്ളൂ. ആണോ, അറിയില്ല എന്താണെന്ന്, പുള്ളിയുടെ റോൾ എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ പരിപാടി കിട്ടി. ഒരു പോസ്റ്റർ എന്തോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ ജസ്റ്റ് കണ്ണിൻ്റെ ഒരു ക്ലോസപ്പ് മാത്രം വെച്ചിട്ട്. എന്താണ് റോളെന്നൊന്നും പിടുത്തമില്ല. പിന്നെ ആരാ മെയിൻ ക്യാരക്ടേഴ്സ്? അത് അവന് സായി പല്ലവിയും ശ്രീലീലയും ഉണ്ട്. ഞാൻ അത് കേട്ടായിരുന്നു, എന്തോ ശ്രീലീലയും പുള്ളിയായിട്ടുള്ള എന്തോ ഡാൻസ് സോങ്ങിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. എന്നാലും മമ്മൂക്ക എന്താണ് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അറിയില്ല ഇനി എന്താവും, നോക്കാം. അപ്പോൾ ഇനി ഏതായാലും ഈ പടത്തിൻ്റെ ടീസറോ ട്രെയിലറോ അങ്ങനെ ഒരു സാധനം വരട്ടെ അല്ലേ.